ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും CSEB ആൻഡ് PSC ബുക്ക്ലെറ്റ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് റൂൾ 15 ആയിരുന്നു. റൂൾ 50 അനുസരിച്ച് കോഓപ്പറേറ്റീവ് സൊസൈറ്റീനെ 13 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 13-ൽ ഫസ്റ്റ് പോയിൻ്റായ റൂൾ 15 15-ൽ 1A നോക്കിയിരുന്നു, ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ക്രെഡിറ്റ് സൊസൈറ്റീസ്. ദെൻ 15-ൽ 1-ൽ AA, അതായത് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക് അഥവാ അർബൻ ബാങ്ക്സിനെ പറ്റി നോക്കി. പിന്നെ റൂൾ 15(1)B, അതായത് ലോങ് ടൈം ക്രെഡിറ്റ് സൊസൈറ്റിയെ പറ്റി നോക്കി. ദെൻ 15-ൽ 1C, അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് റൂൾ 15-ൽ 1(1)ൽ A, അതായത് അതിൽ പറയുന്നത് ഏതാണ്? ഹൗസിംഗ് സൊസൈറ്റിയെ പറ്റിയാണ് റൂൾ 15-ൽ 1(1)ൽ എയിൽ പറയുന്നത്. ഹൗസിംഗ് സൊസൈറ്റിയിലെ അപ്പർ സൊസൈറ്റിയാണ് ഹൗസ് ഫെഡ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ് ആണ്. പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റി. പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ് ആർ 5 ടൈപ്സ്. 5 തരത്തിലുള്ള പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റി ഉണ്ട്. അതിൽ ഒന്നാമത്തത് കോഓപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി, രണ്ടാമത്തത് കോഓപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി, മൂന്നാമത്തത് കോഓപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി, 4 ടെനന്റ് ഹൗസിംഗ് സൊസൈറ്റി, 5 അതർ ഹൗസിംഗ് സൊസൈറ്റി. ഒന്നുകൂടെ പറയാം, കോഓപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, ഒന്ന് കോഓപ്പറേറ്റീവ് ബിൽഡിംഗ്, പിന്നെ രണ്ടാമത്തെ കോഓപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ്, മൂന്നാമത്തെ കോഓപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി, 4 ടെനന്റ് സൊസൈറ്റി, 5 അതർ ഹൗസിംഗ് സൊസൈറ്റി. ഈ 5 ടൈപ്സ് സൊസൈറ്റികൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. കാര്യം ഇത് കൺഫ്യൂഷൻ വരുന്ന ഒരു പോർഷനാണ്. ഇതിൽ ഈ ഓരോന്നിൻ്റെയും പേരും അതുമായിട്ട് അതിൻ്റെ ആ ഒരു പോയിന്റും കൂടി നന്നായിട്ട് മനസ്സിലാക്കിക്കണം. അല്ലെ എക്സാമിന് ചോദിക്കുകയും ചെയ്യും, നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു പോർഷനും കൂടിയാണ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ കോഓപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി എന്താണെന്ന് നോക്കാം. ഇനി ഡാഷ് ടൈപ്സ് ഹൗസിംഗ് സൊസൈറ്റി. Long-term loans are provided to the members and the members construct the house on site already owned by them. Cooperative Building Society. Cooperative Building Society എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സൊസൈറ്റി, അത് ഹൗസിംഗ് സൊസൈറ്റി ലോങ് ടൈം ലോൺസ് കൊടുക്കുന്നു. ആർക്ക്? അതിൻ്റെ മെമ്പേഴ്സിന്. മെമ്പേഴ്സ് കൺസ്ട്രക്ട്സ് ദ ഹൗസ്, അവർ തന്നെ ഹൗസ് വയ്ക്കുന്നു. അവരുടെ തന്നെ ലാൻഡിൽ അവർ തന്നെ ഹൗസ് നിർമ്മിക്കുന്നു. അതിന് ലോണ് മാത്രമാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഹൗസിംഗ് ലോൺ എടുത്ത് നമ്മൾ വീട് വയ്ക്കുന്നത് എന്നുപോലെ എന്ന് പറയാം. അതാണ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ലോങ് ടൈം ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആര്? സൊസൈറ്റി. അതിൻ്റെ ഓണർഷിപ്പ് ആരാ? മെമ്പർ ആയിരിക്കും. അതിൻ്റെ പിന്നെ അതിൽ ബിൽഡിങ് വയ്ക്കുന്നത് ആരാ? അതിലെ മെമ്പർ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കോഓപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. കോഓപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി ലോങ് ടൈം ലോൺസ് ആർ പ്രൊവൈഡഡ് ടു ദ മെമ്പേഴ്സ് ആൻഡ് ദ മെമ്പേഴ്സ് കൺസ്ട്രക്ട് ദ ഹൗസ് ഓൺ ദി സൈറ്റ് ഓൾറെഡി ഹോൾഡ് ബൈ ദം. അവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന സ്ഥലത്ത് അവർ തന്നെ വീട് വയ്ക്കുന്നു. ലോൺ ആര് പ്രൊവൈഡ് ചെയ്യുന്നു? സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്? മെമ്പേഴ്സിൻ്റെ കയ്യിലാണ്. പക്ഷേ ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി ആയിട്ട് എന്താണ് ഈ നമ്മുടെ സൊസൈറ്റി വാങ്ങുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. ദ മെമ്പേഴ്സ് പ്ലെഡ്ജ് ദർ ഹൗസ് ആസ് ദ സെക്യൂരിറ്റി ഫോർ ദ ലോൺസ് ഈസ് ഗ്യാരണ്ടീഡ് ബൈ ദ കോഓപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി. അവർ വയ്ക്കുന്ന വീടാണ് പ്ലെഡ്ജ് പണയത്തിൽ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ ലോൺ എടുക്കുന്നത്. അതാണ്. അപ്പോൾ അവരുടെ ആ ഹൗസാണ് അവരുടെ ഗ്യാരണ്ടി ആയിട്ട് കോഓപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി വാങ്ങുന്നത്. അപ്പോൾ ഒന്നാമത്തെ കോഓപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി മനസ്സിലായി. കോഓപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റിയിൽ ഓണർഷിപ്പ് ആർക്കാണ്? ഓണർഷിപ്പ് മെമ്പേഴ്സിനാണ്. സൊസൈറ്റി ലോൺ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് അവരെന്ത് ചെയ്യും? അത് പണയത്തിൽ വെക്കും എന്ന് മാത്രം. ഇനി പണയത്തിൽ വെച്ചിട്ട് അടച്ചില്ലെങ്കിൽ മാത്രമേ ഓണർഷിപ്പ് ആരുടെ കയ്യിലേക്ക് പോവുകയുള്ളൂ? സൊസൈറ്റിയുടെ കയ്യിലേക്ക് പോവുകയുള്ളൂ. ഇനി അടുത്തതാണ് കോഓപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി. അടുത്തത് കോഓപ്പറേറ്റീവ്, ഒരു ഹൗസും കൂടി കയറി വന്നിട്ടുണ്ട്, കോഓപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി. In the case of Dash Housing Society, the society acquired the land and construct house, sold it members,
കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി. അവർ ഇത്രേ ചെയ്യുന്നുള്ളൂ, സൊസൈറ്റി തന്നെ ലാൻഡ് പർച്ചേസ് ചെയ്യുന്നു, ആ ലാൻഡിനകത്ത് അവർ തന്നെ ബിൽഡിംഗ് കെട്ടുന്നു, എന്നിട്ട് അത് മെമ്പേഴ്സിന് വിൽക്കുന്നു. അതാണ് കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി. ആ സൊസൈറ്റിക്കിടെ തന്നെയാണ് ലാൻഡ്, അവർ തന്നെ ലാൻഡിനകത്ത് ബിൽഡിങ് പണിയുന്നു, അവരുടെ പ്ലാനിൽ മെമ്പേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല പണിയുന്നു, അവരുടെ ഇഷ്ടത്തിന് അവർ ബിൽഡിംഗ് കെട്ടുന്നു, ആ ബിൽഡിംഗ് ആർക്ക് കൊടുക്കുന്നു? മെമ്പേഴ്സിന് വിൽക്കുന്നു. ഇതാണ് കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി. എന്നാൽ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റിയിലോ എന്ത് ചെയ്യുക? മെമ്പേഴ്സ് അവരുടെ സ്ഥലത്ത് വീട് വയ്ക്കുന്നു, അവർ ലോണ് മാത്രം സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിനകത്ത് ലാൻഡും സൊസൈറ്റിയുടെ കയ്യിലാണ്, അവർ തന്നെ ഹൗസ് വിൽക്കുന്നു, ഓണർഷിപ്പ് കിട്ടണമെങ്കിൽ ആര് ചെയ്യണം? മെമ്പേഴ്സ് അത് പർച്ചേസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തതാണ് കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി. അടുത്തത് കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി. ഇൻ ദി കേസ് ഓഫ് ഡാഷ് ഹൗസിംഗ് സൊസൈറ്റി, the society acquire the land and construct the house and fix the rent and let out its members under hire purchase system. A tenant obtain ownership only after paying the last installment. Cooperative house കൺസ്ട്രക്ഷൻ സൊസൈറ്റി. കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സൊസൈറ്റി തന്നെ ലാൻഡ്, സൊസൈറ്റിയുടെ സ്വന്തം ലാൻഡിൽ സൊസൈറ്റി തന്നെ ബിൽഡിങ് കെട്ടുന്നു, എന്നിട്ട് അത് ആർക്ക്? മെമ്പേഴ്സിന് റെൻറ്റിന് കൊടുക്കുന്നു ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ. എന്നിട്ട് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ മാത്രമായിരിക്കും മെമ്പേഴ്സിനത് അതിൻ്റെ ഓണർഷിപ്പ് കിട്ടുക. അതായത് സൊസൈറ്റിയുടെ സ്ഥലത്ത് സൊസൈറ്റി തന്നെ ബിൽഡിംഗ് കെട്ടുന്നു, ബിൽഡിംഗ് കെട്ടിയിട്ട് സൊസൈറ്റി തന്നെ അതെന്ത് ചെയ്യുന്നു? മെമ്പേഴ്സിന്. കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റിയിൽ സൊസൈറ്റിയുടെ ബിൽഡിംഗ്, സൊസൈറ്റിയുടെ സ്ഥലത്ത് സൊസൈറ്റി തന്നെ ബിൽഡിംഗ് കെട്ടുന്നു, എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ഒരു റെൻറ്റ് ഫിക്സ് ചെയ്ത് ആ റെൻറ്റിന് മെമ്പേഴ്സിന് കൊടുക്കുന്നു. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ആ ഓണർഷിപ്പ് ആർക്ക് ആവുന്നു? മെമ്പേഴ്സിനാകുന്നു. അതുവരെ അതിൻ്റെ ഓണർഷിപ്പ് ആർക്കാണ്? സൊസൈറ്റിക്ക് തന്നെയാണ്. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും മെമ്പേഴ്സിനത് അതിന് സ്വന്തം പേരിലേക്ക് അത് രജിസ്റ്റർ ചെയ്ത് കിട്ടുക. ഓക്കെ, ഇനി അടുത്തതാണ് ടെനൻറ്റ് ഹൗസിംഗ് സൊസൈറ്റി. അത് നമുക്ക് ഓർത്തിരിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. In the case of dash housing society, the society acquire the land, construct the house according to its plan. Later, these houses are assigned to members on rental basis. കോപ്പറേറ്റീവ് ടെനൻറ്റ് ഹൗസിംഗ് സൊസൈറ്റി ഇത്രയേ ഉള്ളൂ. സൊസൈറ്റി തന്നെ ബിൽഡിങ് കെട്ടുന്നു, സൊസൈറ്റിയുടെ സ്വന്തം സ്ഥലത്ത് സൊസൈറ്റി തന്നെ ബിൽഡിങ് കെട്ടുന്നു അവരുടെ സൊസൈറ്റിയുടെ പ്ലാനിൽ, എന്നിട്ട് മെമ്പേഴ്സിന് റെൻറ്റിന് കൊടുക്കുന്നു. അതിനെയാണ് കോപ്പറേറ്റീവ് ടെനൻറ്റ് ഹൗസിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ദ ഓണർഷിപ്പ് പെർമനൻ്റ്ലി വിത്ത് സൊസൈറ്റി. ഓണർഷിപ്പ് പെർമനൻ്റ് ആയിട്ട് ആരുടെ കയ്യിലായിരിക്കും? സൊസൈറ്റിയിലായിരിക്കും. മെമ്പേഴ്സിന് യാതൊന്നുമില്ല, വാടകയ്ക്ക് താമസിക്കാം, അത്രയേ ഉള്ളൂ ടെനൻറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. അത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഇതിൽ ഏറ്റവും കൺഫ്യൂഷൻ വരുന്നത് ഈ മൂന്നെണ്ണമായിരിക്കും: കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റിയും കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റിയും കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി ആയിരിക്കും കൺഫ്യൂഷൻ വരുന്നത്. ആ മൂന്നും നന്നായിട്ട് നോക്കിക്കോണം. ഇനി ലാസ്റ്റ് വണ്ണാണ് അതർ ഹൗസിംഗ് സൊസൈറ്റി. അതർ ഹൗസിംഗ് സൊസൈറ്റി. In the case of dash housing society, the society advances to loan to its members on the mortgage of houses already built by them for addition, repair or remodel etc. Cooperative house മോർട്ട്ഗേജ് സൊസൈറ്റി അല്ലെങ്കിൽ അതർ ഹൗസിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതർ ഹൗസിംഗ് സൊസൈറ്റി എന്നോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഹൗസ് മോർട്ട്ഗേജ് സൊസൈറ്റി എന്നോ പറയും. ഈ സൊസൈറ്റി എന്താ ചെയ്യുക? അവർ ലോൺ കൊടുക്കുകയാണ്. മെമ്പേഴ്സിന് ഓൾറെഡി അവർക്ക് വീടുണ്ട്, അല്ലെ അതിൻ്റെ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെ എന്തെങ്കിലും റീമോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിട്ട് ലോൺ കൊടുക്കുന്ന സൊസൈറ്റിയാണ് അതർ ഹൗസിംഗ് സൊസൈറ്റി ഓർ കോപ്പറേറ്റീവ് ഹൗസ് മോർട്ട്ഗേജ് സൊസൈറ്റി എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അപ്പോൾ പ്രൈമറി ടൈപ്സ് ഹൗസിംഗ് സൊസൈറ്റി ആയിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. റൂൾ 15
ഒന്നിൽ എയിലാണ് ഹൗസിംഗ് സൊസൈറ്റിയെ പറയുന്നത്. അതിൻ്റെ അപ്പറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് ഏതാണ്? ഹൗസ് ഫെഡ് ആണ്. പ്രൈമറി സൊസൈറ്റീസ് 5 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി. കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റിയിൽ എന്താണ്? സൊസൈറ്റി ലോണ് മാത്രം മെമ്പേഴ്സിന് കൊടുക്കുന്നുള്ളൂ. മെമ്പേഴ്സിന് വീട് പണിയാൻ ലോണ് കൊടുക്കുന്നു. മെമ്പേഴ്സ് തന്നെ വീട് കെട്ടുന്നു. പിന്നെ സെക്യൂരിറ്റി ആയിട്ട് എന്ത് കൊടുക്കുന്നു? വീട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റിയിൽ എന്താ പറയുക? സൊസൈറ്റിയുടെ സ്ഥലത്ത് സൊസൈറ്റി തന്നെ ബിൽഡിംഗ് കെട്ടുന്നു, എന്നിട്ട് മെമ്പേഴ്സിന് അത് വിൽക്കുന്നു, ആവശ്യമുള്ളവർക്ക് വാങ്ങാം. അതാണ്. ഓക്കെ. അടുത്തത് കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റിയിൽ എന്താ ചെയ്യുക? സൊസൈറ്റിയുടെ സ്ഥലത്ത് സൊസൈറ്റി തന്നെ വീട് കെട്ടുന്നു, എന്നിട്ട് റെൻറ്റ് ഫിക്സ് ചെയ്തു, എന്നിട്ട് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ മെമ്പേഴ്സിന് കൊടുക്കുന്നു. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുമ്പോൾ മാത്രമാണ് ഓണർഷിപ്പ് ആരുടെയിലേക്ക് പോവുക? മെമ്പേഴ്സിൻ്റെ കയ്യിലേക്ക് പോവുക. അടുത്ത 4th വൺ ആണ് ടെനൻറ്റ് ഹൗസിംഗ് സൊസൈറ്റി. അതിലെത്രയേ ഉള്ളൂ? സൊസൈറ്റി സ്ഥലത്ത് സൊസൈറ്റി തന്നെ ബിൽഡിങ് കെട്ടുന്നു. സൊസൈറ്റി എന്നിട്ട് അതെന്ത് ചെയ്യുക? മെമ്പേഴ്സിന് റെൻറ്റിന് കൊടുക്കുന്നു. ലാസ്റ്റ് മോർട്ട്ഗേജ് സൊസൈറ്റിയാണ്. അതിൽ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ലോൺ കൊടുക്കുന്ന, അല്ലെങ്കിൽ പുതിയ മെമ്പേഴ്സിന് സ്വന്തം പ്രോപ്പർട്ടി റിപ്പയറിങ്ങിനോ അല്ലെങ്കിൽ പുതിയ റീമോഡൽ ചെയ്യാനോ വേണ്ടിയിട്ട് ലോൺ കൊടുക്കുന്ന സൊസൈറ്റിയിലാണ് കോപ്പറേറ്റീവ് ഹൗസ് മോർട്ട്ഗേജ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ ഓരോ പോയിന്റും നന്നായിട്ട് പഠിച്ചോളണം. താങ്ക് യു.